നമ്മളെല്ലാവർക്കും ഒരു പർപ്പസ് ഉണ്ട്. ആസ് എ സോൾ വി ഹാവ് എ പർപ്പസ്. നമ്മളെ ജീവിതത്തിൽ ജനിക്കുമ്പോൾ തൊട്ട് ഈ നിമിഷം വരെ കണ്ടുമുട്ടിയ ഓരോ ആൾക്കാർക്കും നമ്മുടെ ലൈഫിൽ ഓരോ റോൾസ് ഉണ്ട്. ചിലവർ കൂടുതൽ നേരം നിൽക്കുന്ന, അതായത് മിക്കവരും അതിൽ ലെസൺസ് ആണ്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞിലെ നമുക്ക് എന്തുമാത്രം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നിരിക്കും, അല്ലെങ്കിൽ കോളേജ് ഡേയ്സിൽ അവരൊക്കെ ഇപ്പോൾ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലല്ലോ. കുറച്ച് പേര് മാത്രം വേണ്ടി ടു സ്റ്റേ ആണ്, ബാക്കിയൊന്നും നമ്മുടെ കൂടെ ഇല്ല. അതായത് അപ്പോൾ അവരൊക്കെ എവിടെ പോയി? അവരൊക്കെ നമ്മുടെ ലൈഫിലെ ലെസൺ. അതുമാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്സ്, ഈ ഓരോ ലെസൺസിലും ഈ ഓരോ സോൾസും നമ്മുടെ ലൈഫിൽ എൻ്റർ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ലേൺ ചെയ്യണം. വി ലേൺ ത്രൂ ദ പേഴ്സൺ വി മെറ്റ്. ഓക്കെ, നമ്മൾ ഒരു ലൈഫിൽ കണ്ടുമുട്ടുന്ന ഓരോ ആൾക്കാരിലൂടെ, ഓരോ സംഭവത്തിലൂടെയൊക്കെ നമ്മളെ ലൈഫ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നമുക്കുള്ള പർപ്പസിലേക്ക് നമ്മൾ എത്തിച്ചേരാനായിട്ട്. എല്ലാവർക്കും ഒരു പർപ്പസ് ഉണ്ട്. ഐ ഹാവ് എ പർപ്പസ്. ആ പർപ്പസ് എന്താണെന്ന് നമുക്ക് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. പക്ഷേ ഓരോ സ്റ്റേജസ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിലൊരു വിഷൻ വരും. നമുക്ക് മാത്രം കാണാൻ പറ്റുന്ന, വേറെ ആർക്കും പറഞ്ഞാൽ പോലും ചിലപ്പോൾ മനസ്സിലാകാത്ത ഒരു വിഷൻ, നമ്മൾ മാത്രം കീപ്പ് ചെയ്യുന്നൊരു വിഷൻ. അത് നമ്മുടെ കൂടെയുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല, അവർ ചിലപ്പോൾ വിശ്വസിക്കണമെന്നില്ല. വാട്ട് എവർ വി നീഡ് ടു ബിലീവ് ദാറ്റ്. നമ്മളത് വിശ്വസിക്കണം. ഓക്കെ, കാരണം ആ ഒരു പർപ്പസാണ് നമ്മുടെ ലൈഫിൽ, ആ ഒരു വിഷനാണ് നമ്മുടെ പർപ്പസ്. നമ്മൾ മാത്രം കണ്ട ഒരു വിഷൻ ഉണ്ടല്ലോ, അത് നമ്മുടെ പർപ്പസാണ്. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ് കൊടുത്തേക്കുന്നത്. എക്സാമ്പിൾ, നമ്മുടെ PSCക്ക് തന്നെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് അല്ലേ. അടുത്തിരിക്കുന്ന ആൾക്ക് പോലും നോക്കി എഴുതാൻ പോലും പറ്റത്തില്ല. മിക്കവാറും ക്വസ്റ്റ്യൻ ഷഫിളായിരിക്കും. ഇപ്പോൾ ഓരോ പേഴ്സണിൻ്റെ, ഓരോ വ്യക്തിയുടെയും ജീവിതം എടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഷഫിൾ ചെയ്താൽ പോലും അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം അവർ ജനിച്ചതും അവർ എക്സ്പീരിയൻസ് ചെയ്തതും എല്ലാം ഒരാൾക്ക് യുണീക്കാണ് അല്ലേ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നില്ലേ? എല്ലാം ഒരാൾക്ക് യുണീക്കാണ്. ഒരിക്കലും എൻ്റെ ജീവിതം വെച്ച് നിങ്ങളുടെ ജീവിതം കമ്പയർ ചെയ്യാനോ, വേറൊരാളുടെ ജീവിതം കമ്പയർ ചെയ്യാനോ, അവർക്ക് കിട്ടിയ മൊമെൻറ്റ്സ് വെച്ചിട്ട് നമുക്കതില്ലല്ലോ എന്ന് പറയാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. അങ്ങനെ കഴിയുന്നത് കൊണ്ട് നമ്മളെ തന്നെ വേദനിപ്പിക്കുകയാണ്. ലൈക്ക് ഒരു ജഡ്ജ്മെൻറ്റ്, ഒരു കമ്പാരിസൺ. ഓരോ സോളും വരുന്നതിന് മുൻപ് തന്നെ എന്താണ് ആകാൻ പോകുന്നതെന്ന് ഓൾറെഡി ഡിസൈഡഡ് ആണ്, തീരുമാനിച്ചിട്ടുണ്ട് ബൈ ഗോഡ്. ഗോഡ് ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ട് എന്താണ് ഈ ആളാവാൻ പോണതെന്ന്. അപ്പോൾ ആ ഒരു വഴിയിൽ നിന്നല്ല നമ്മൾ തെറ്റിയാണ് പോകുന്നതെന്ന് വിചാരിച്ചു. നമുക്ക് പാത്തറിയത്തിൽ നമ്മൾ തെറ്റിയാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ഒരിക്കലും സെറ്റിൽ ആകത്തില്ല. നമുക്ക് എന്തൊക്കെ കിട്ടിയാലും ഒരു വോയിഡ് ഫീൽ, ഒരു അൺനോൺ ഫീൽ, സമാധാനം ഇല്ലായ്മയാണ് നമ്മൾ പോകുന്ന ഡയറക്ഷൻ തെറ്റാണ് എന്നുള്ളതിൻ്റെ സൂചന. ഓക്കെ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് സമാധാനം ഉണ്ടെങ്കിൽ, പീസ് ഉണ്ടെങ്കിൽ, നമുക്ക് മനസ്സിലാക്കാം നമ്മൾ പോകുന്നത് കറക്റ്റ് ഡയറക്ഷനിലാണ്. എപ്പോഴാണോ അതില്ലാതെ വരുന്നത് അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം സംതിങ് ഈസ് റോങ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? പുറത്തല്ല നോക്കാനുള്ളത്. അതെന്തോ റോങ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഡൺ. എന്താണ് റോങ്? ഒരിക്കലും നമ്മൾ ഔട്ട്സൈഡിലല്ല ലുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഇൻസൈഡിലോട്ട് പോകണം, നമ്മുടെ മനസ്സിലോട്ട് പോകണം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്താണ് കാര്യം? അതിന് ചെയ്യേണ്ടത് കുറച്ച് നേരം സൈലൻ്റ് ആയിട്ടിരിക്കുക. കുറച്ച് നേരം നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. എല്ലാം ഒന്ന് മാറ്റി ചുമ്മാ ഒന്നിരിക്കാം. പറ്റുമെങ്കിൽ ഒന്ന് എഴുതി നോക്കുക. എന്താണ് എൻ്റെ കറണ്ട് ഫീലിംഗ്? എന്താ എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്? എഴുതി നോക്കുക. ജസ്റ്റ് ജേണലിങ്. അപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ റിവീലാവും നമുക്ക്. ചിലപ്പോൾ അപ്പോഴും അറിയാൻ പറ്റണമെന്നില്ല കേട്ടോ. പക്ഷേ നമ്മളത് കണ്ടുപിടിക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴായാലും അത് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് നമുക്ക് വേണ്ടത്? എന്തുകൊണ്ട് എൻ്റെ മൈൻഡ് സെറ്റിലാകുന്നില്ല? എന്തിനാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്ത് കിട്ടിയാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആകും? ഈ ഒരു കാര്യം നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാൻ. ആ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? വിത്ത് അവെയർനെസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് ടുവാർഡ്സ് അവർ പർപ്പസ്, നമ്മുടെ ഗോൾസിലേക്ക് വേണ്ടിയുള്ള നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പായിരിക്കും. ഓക്കെ, ആ ഒരു സ്റ്റെപ്പിൽ എവറിത്തിങ് വിൽ ബി ക്ലിയർ ഫോർ യു. നിങ്ങൾക്ക് എല്ലാം അത് ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞത് പർപ്പസാണ്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഹോപ്പ് സോ. ഓക്കെ, ദെൻ യാ.
താങ്ക് യു ആൾ.